5 തവണ IPL ട്രോഫി സ്വന്തമാക്കിയ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് തങ്ങളുടെ ഈ സീസണിലെ അവസാനത്തെ ലീഗ് മത്സരത്തിനായി അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയാണ്. പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അസ്തമിച്ച ചെന്നൈയുടെ ഇന്നത്തെ എതിരാളികൾ മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ഗുജറാത്തിന്റെ ഹോം ഗ്രൗണ്ടായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ആവേശ പോരാട്ടം നടക്കാൻ പോകുന്നത്. അവസാന മത്സരത്തിൽ ഒരു തകർപ്പൻ ജയത്തോടെ സീസൺ അവസാനിപ്പിക്കാൻ ഉറച്ചാകും ചെന്നൈ ഇന്ന് കളത്തിലേക്ക് വരുന്നത്. 16 പോയിന്റോടെ ഇതിനകം തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞ ശുഭ്മൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ജയത്തോടെ ആദ്യ 2 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യാനായിരിക്കും പരമാവധി ശ്രമിക്കുക. എന്നാൽ നേരിയ പ്ലേ ഓഫ് സാധ്യതകളെങ്കിലും കാത്തുസൂക്ഷിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ മത്സരത്തിൽ ഒരു വലിയ മാർജിനിൽ ജയിച്ചേ തീരൂ. ശുഭ്മൻ ഗില്ലിന് കീഴിൽ ഈ IPLൽ മിന്നുന്ന പ്രകടനമാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സീസണിലെ ആദ്യ പകുതിയിൽ കളിച്ച 7 മത്സരങ്ങളിൽ 4ലും തോറ്റെങ്കിലും രണ്ടാം പകുതിയിൽ GT ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്. തുടർച്ചയായി 5 മത്സരങ്ങളിൽ വമ്പൻ ജയം സ്വന്തമാക്കിക്കൊണ്ടാണ് അവർ ഇപ്പോൾ പ്ലേ ഓഫ് ഉറപ്പാക്കിയിരിക്കുന്നത്. പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 2ാം സ്ഥാനത്താണ് ഗുജറാത്ത് ടൈറ്റൻസ്. CSKയുമായി ഇത് 2ാം തവണയാണ് GT ഇപ്പോൾ കൊമ്പുകോർക്കാൻ ഒരുങ്ങുന്നത്. നേരത്തെ ചെപ്പോക്കിൽ വെച്ച് നടന്ന ആദ്യ പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 8 വിക്കറ്റിന് തകർത്തുവിട്ട ചരിത്രവും ഗുജറാത്ത് ടൈറ്റൻസിന് ഒപ്പമുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തോടെയാകും GT ഇന്ന് വീണ്ടും CSKയ്ക്ക് മുന്നിലേക്ക് വരുന്നത്. അതേസമയം പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 6ാം സ്ഥാനത്താണ് ചെന്നൈ സൂപ്പർ കിങ്സ്. കളിച്ച 13 മത്സരങ്ങളിൽ വെറും 12 പോയിന്റ് മാത്രമാണ് അവരുടെ ആകെ സമ്പാദ്യം. 6 കളികളിൽ CSK ജയം കണ്ടപ്പോൾ ശേഷിക്കുന്ന 7 മത്സരങ്ങളിലും തോൽവിയായിരുന്നു ഫലം. ഈ 12 പോയിന്റിൽ നിന്നും പ്ലേ ഓഫ് കടമ്പ കടക്കണമെങ്കിൽ ചെന്നൈക്ക് ഇന്ന് അത്ഭുതങ്ങൾ കാണിക്കേണ്ടിവരും. ഒരു സമയത്ത് പ്ലേ ഓഫിന് തൊട്ടരികിൽ വരെ ചെന്നൈ സൂപ്പർ കിങ്സ് എത്തിയിരുന്നതാണ്. എന്നാൽ അവസാനത്തെ 2 മത്സരങ്ങളിൽ തുടർച്ചയായി ഏറ്റുവാങ്ങേണ്ടി വന്ന അപ്രതീക്ഷിത തോൽവികളാണ് അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് ഇപ്പോൾ കടുത്ത മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഒരു വമ്പൻ മാർജിനിൽ ജയിക്കുന്നതിനൊപ്പം ഇനിയുള്ള മത്സരങ്ങളിൽ പഞ്ചാബ് കിങ്സും രാജസ്ഥാൻ റോയൽസും തോൽക്കുകയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ അടുത്ത 2 കളികളിൽ ഒന്നെങ്കിലും തോൽക്കുകയും ചെയ്താൽ മാത്രമേ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇനി നേരിയ പ്ലേ ഓഫ് സാധ്യതയെങ്കിലും ബാക്കിയുണ്ടാകൂ. ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഇന്ന് ഫേവറിറ്റുകളെന്നാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. 55 മുതൽ 60% വരെ വിജയസാധ്യതയാണ് GTക്ക് കൽപ്പിക്കപ്പെടുന്നത്. ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നതിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുമെന്നത് തന്നെയാണ് പ്രധാന കാരണം. കൂടാതെ CSKയുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിശക്തമായ ഒരു ബൌളിംഗ് നിരയാണ് ഗുജറാത്ത് ടൈറ്റൻസിന് ഒപ്പമുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സ് ആകട്ടെ ജയിച്ചേ തീരൂവെന്ന വമ്പൻ സമ്മർദ്ദത്തിലായിരിക്കും ഇന്ന് കളത്തിലേക്കിറങ്ങുക. ബാറ്റിംഗിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്ന ഒട്ടനവധി താരങ്ങൾ അവർക്കുണ്ടെങ്കിലും ബൌളിംഗ് നിര തികച്ചും ശോകമാണ്. ഇതിനിടയിൽ അവസാനമായി ജാമി ഓവർട്ടൺ കൂടി പരിക്കേറ്റ് പുറത്തായതോടെ CSK ബൌളിംഗിലെ നേരിയ മൂർച്ച കൂടി ഇപ്പോൾ പൂർണ്ണമായും നഷ്ടമായിരിക്കുകയാണ്. എന്നാൽ സീസണിലെ അവസാന മാച്ചിൽ ചെന്നൈക്കായി സഞ്ജു സാംസൺ മോശമാക്കില്ലെന്നാണ് ക്രിക്കറ്റ് ലോകം വിലയിരുത്തുന്നത്. 35 മുതൽ 55 റൺസ് വരെ അദ്ദേഹം ഈ കളിയിൽ സ്കോർ ചെയ്യുമെന്നാണ് പ്രവചനങ്ങൾ. ഈ IPLൽ 477 റൺസ് സഞ്ജു ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞു. വെറും 23 റൺസ് കൂടി ഇന്ന് അക്കൗണ്ടിലേക്ക് കൂട്ടിച്ചേർക്കാനായാൽ 500 റൺസ് എന്ന വമ്പൻ നാഴികക്കല്ലും അദ്ദേഹത്തിന് ഇന്ന് ചെന്നൈ ജേഴ്സിയിൽ തികയ്ക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം? വെറും 12 പോയിന്റുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ഗുജറാത്തിനെ കൂറ്റൻ മാർജിനിൽ തകർത്ത് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തുമോ? അതോ ശുഭ്മൻ ഗില്ലും സംഘവും ചെന്നൈയുടെ കഥ ഇന്ന് അഹമ്മദാബാദിൽ വെച്ച് അവസാനിപ്പിക്കുമോ? CSK ജേഴ്സിയിൽ ഇന്ന് സഞ്ജു സാംസൺ ആ 500 റൺസ് എന്ന നാഴികക്കല്ല് പിന്നിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ പ്രവചനങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.